ഡോക്ടർ ചോയ് ഇൻസ്പെക്ടർ യാങ്ങിന് ഒരു റെക്കോർഡിംഗ് കേൾപ്പിച്ചു കൊടുക്കും. അത് ലീ പറഞ്ഞ ഒരു റെക്കോർഡിംഗ് ആണ്. അയാളെ ഡ്രഗ് ചെയ്തിട്ട് ഡോക്ടർ ചോയ് പറയുകയാണെങ്കിൽ പോലും ഉള്ള കാര്യങ്ങളാണ് അയാൾ പറയുന്നത്. ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരിക്കലൊരു കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ ക്രൈം സീനിൽ ഒരു എവിഡൻസ് കണ്ടായിരുന്നു. അത് പക്ഷേ തിരിച്ചു വന്നപ്പോൾ റെക്കോർഡിൽ എഴുതിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു പോയപ്പോഴത്തേക്കും ഇതുപോലെ പല എവിഡൻസും മാറ്റി വെച്ചിട്ട് സസ്പെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ളി കറക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് യാങ് എന്ന് ഞാൻ അന്നേരമാണ് മനസ്സിലാക്കിയെന്നൊക്കെയാണ് അതിൽ പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ കേട്ടല്ലോ. ആ നേഴ്സിനെ കൊന്നതും മിന്നിനെ കൊന്നതും എല്ലാം ഞാനാണ്. നിങ്ങൾ എന്തായാലും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് എന്തായാലും വയ്യ, ഞാൻ മരിക്കാൻ പോവുകയാണ്. അപ്പം മരിക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾക്ക് എന്നെ പിടിക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കും പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല. ഞാൻ ഈ റെക്കോർഡിംഗ് ആരെയും കേൾപ്പിക്കാനും ആർക്കും അയച്ചു കൊടുക്കാനും ഒന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ ചോയ് അവിടുന്ന് പോകുന്നത്. സർജറി ടേബിളൊക്കെ റെഡിയാക്കി ഡോക്ടറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സേവകന്റെ അടുത്തേക്ക് അലനാണ് വരുന്നത്. ഡോക്ടർ വരത്തില്ല, നോക്കിയിരിക്കണ്ട, ഇതൊക്കെ ആദ്യമേ ഡോക്ടർ പ്ലാൻ ചെയ്തതാണ്. കുറെ നാൾ കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ സർജറിക്ക് ഡോക്ടർ സമ്മതം പറയത്തുള്ളൂ. അദ്ദേഹം ഈ മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് കാണിച്ചു കൊടുക്കും. ഇയാള് US നിന്ന് കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടിരുന്ന മരുന്ന്. അപ്പൊ അത് നിരോധിച്ച ഒരു മരുന്നാണ്. ഒരാളുടെ കണ്ടീഷൻ ഒരുപാട് വഷളാക്കുന്ന രീതിക്കുള്ള ഒരു മരുന്നാണ്. അപ്പൊ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് നിങ്ങളിത് കൊടുത്തത്, നിങ്ങളത് തടയണമായിരുന്നു എന്നൊക്കെ അവൾ ദേഷ്യപ്പെടുമ്പോൾ ഡോക്ടറുടെ സ്വഭാവം അറിയാമായിരുന്നല്ലോ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എന്ന് പറയും. അപ്പം എന്തായാലും ഈ സർജറി സക്സസ് ആവരുത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു ഡോക്ടർക്ക്. ഇവൾ ആ ദേഷ്യത്തിന് അറിഞ്ഞു കഴിയുമ്പം ഡോക്ടറിനെ അന്വേഷിച്ചു പോകും. അവൾ പോയി കഴിയുമ്പോൾ അലൻ വന്ന് ഹാൻഡ് അടുത്തും യങ്ജുവിന്റെ അടുത്തും സംസാരിക്കും. ഡോക്ടർ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. ഉടനെ ഒന്നും സർജറി ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. ഏകദേശം ഒരു മാസമെങ്കിലും കഴിഞ്ഞാലേ സർജറിക്ക് വേണ്ടിയിട്ട് ഡോക്ടർ സമ്മതിക്കത്തുള്ളൂ. പിന്നെ നിരോധിച്ച ഈ മരുന്ന് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് മരുന്നിന്റെ പേരൊക്കെ ഹാനിന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതെന്തിനാണ് ചെയ്തത്? കണ്ടീഷൻ വേഴ്സൺ ആവുകയേ ഉള്ളല്ലോ, എന്നിട്ടും അത് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഡോക്ടർ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഹാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ശരിയാണ്, ആ ഷിപ്പിൽ വെച്ച് സർജറി ചെയ്യുമ്പോൾ അത്രയും വീക്ക് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നിയില്ല. അത് ഈ മെഡിസിൻ എടുത്തുകൊണ്ടാണെന്ന് മനസ്സിലാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ ഹാനിന് ഒരു സത്യം മനസ്സിലാവും. സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സേവൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് മരിക്കണം എന്നാണോ ഡോക്ടർ ചോയുടെ ആഗ്രഹം എന്ന് അലനോട് ചോദിക്കും. പോലീസിന് ഒരു ലേഡിയുടെ അനോണിമസ് കോൾ വരും. ഇന്ന സ്ഥലത്ത് ലീയുടെ ഡെഡ് ബോഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. യാങ് ഒന്നും അറിയാത്ത കൂട്ട് ബാക്കി പോലീസുകാരുടെ കൂടെ അവിടെ വരും. വരുന്നതന്നെ ചോയ് പറഞ്ഞ കൂട്ട് അവിടെ എല്ലാ തെളിവും വെച്ചിട്ടാണ് പോയേക്കുന്നത്. കുടിച്ച ഗ്ലാസും കുപ്പിയും സ്മോക്ക് ചെയ്ത സിഗരറ്റിന്റെ ബാക്കിയും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവരതെല്ലാം തെളിവായിട്ട് എടുത്തോണ്ട് പോകും. ചോയുടെ വീട്ടിലെല്ലാം പോയി നോക്കി കഴിയുമ്പോൾ അയാൾ അവിടെ എല്ലാം വെക്കേറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടല്ലോ. അങ്ങനെ തിരിച്ച് അലന്റെ അടുത്ത് തന്നെ സേവക്ക് വരും. കുറച്ച് മുമ്പേ ദേഷ്യത്തിലാണല്ലോ പോയത്, ഡോക്ടറിനെ കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല, ഡോക്ടർ കുറച്ച് നാളത്തേക്ക് ഒളിവിൽ പോവുകയാണെന്ന് പറഞ്ഞു, അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറയും. എന്തുകൊണ്ടാണ് ഡോക്ടർ ഇത് ചെയ്യുന്നത്, എന്താണ് ഡോക്ടറുടെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ അലൻ കൃത്യമായിട്ട് പറയത്തില്ല അവളോട്. കാരണം അലൻ ചോദിക്കുന്നതന്നെ ഡോക്ടർ പറയുന്നത് അവൾ അവളുടെ പീക്കിൽ നിൽക്കുകയാണ്, ഇതുവരെ പരാജയം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ കണ്ടീഷൻ ഒരുപാട് വേഴ്സൺ ആയിട്ട് അവള് സർജറി നടത്തുവാണെങ്കിൽ ഞാൻ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഫെയിലിയർ എന്താണെന്ന് അറിയും, അതിന്റെ വിഷമം എന്താണെന്ന് അറിയും, അതെങ്ങനെ ഓവർകം ചെയ്യണമെന്ന് അവള് അങ്ങനെ പഠിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. അത് പക്ഷെ പറയത്തില്ല. കണ്ടീഷൻ വേഴ്സൺ ആയി കഴിയുമ്പോൾ ഡോക്ടർക്ക് രക്ഷപ്പെടാനായിട്ടുള്ള സാധ്യത കുറവായിരിക്കും എന്ന് പറഞ്ഞു എന്ന് അലൻ പറയും. അപ്പൊ ഞാൻ പരാജയപ്പെടുന്നത് കാണാനാണോ എന്നുള്ള ഒരു സംശയം അവൾക്കുണ്ട്. ഡോക്ടർ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് പക്ഷെ അങ്ങനെ ഒരു വിചാരമില്ല. ഇയാൾ വിചാരിച്ചാൽ ഡോക്ടറിനെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നാണ് അലൻ അവളോട് പറയുന്നത്. എന്നിട്ട് വിളിച്ചോണ്ട് പോയി ആ ഹോസ്പിറ്റലിലെ പുതിയ ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ കാണിച്ചു കൊടുക്കും. എല്ലാ മോഡേൺ ഫെസിലിറ്റീസും അവിടെയുണ്ട്. അപ്പം ടീമിന്റെ പേരില് യങ്ജുവിന്റെ പേരായിരിക്കും, പക്ഷെ യങ്ജുവിന് പകരം കയറുന്നത് സേവക്കായിരിക്കും. അങ്ങനെയാണ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കിക്കൊണ്ട് നിൽക്കാൻ സമയമില്ല, ഒരു മാസം ഒന്ന് വെയിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കൂട്ടി ഇവിടേക്ക് വരണം എന്നാണ് അവൾ അലന്റെ അടുത്ത് പറയുന്നത്. അപ്പം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ സ്ഥിതിക്ക് നമുക്ക് ബ്രെയിനിൽ കൂടി തന്നെ ഫുൾ ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ലെഗ് വഴി ചെയ്യേണ്ടി വരും, അത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് അലൻ പറയുമ്പോൾ ഇവൾ ആ ശരി നമുക്കത് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ ഇത്, ഒന്ന് അത്ഭുതമെങ്കിലും കാണിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ എന്തിന്, എങ്ങനെയെങ്കിലും ഡോക്ടറിനെ രക്ഷിക്കണം, എനിക്കത് മാത്രമേ ഉള്ളൂ, അതിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് അവൾ പറയുന്നത്. ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒരിക്കലേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ട്രൈ ചെയ്യുന്നതിന് പ്രശ്നമില്ല എന്നാണ് അവൾ മറുപടി പറയുന്നത്. ഡോക്ടർ ജോ ഈ സമയത്ത് റിലാക്സ്ഡ് ആയിട്ട് ഒരു പാർക്കിൽ കൂടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിസ്സസ് ഷാ അവിടേക്ക് വരും. ഈ പാർക്ക് ഇവിടെ അടുത്ത് തന്നെയായിരുന്നു, ഞാൻ ഇവിടെയാണ് താമസിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. അത്രയും കൊല്ലം ഇവിടെ പഠിച്ചിട്ടും ഇവിടെ ജോലി ചെയ്തിട്ടും ഇവിടേക്ക് വരാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഞാൻ ഫുൾ ടൈം പഠിക്കുകയും അതിനുശേഷം പിന്നീട് ഫുൾ ടൈം ഹോസ്പിറ്റലിലുമായിരുന്നു എന്നൊക്കെ ഇയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവരൊരു പുതിയ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കും. ആവശ്യം വരുമ്പോൾ ഇത്
ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പെട്ടെന്ന് ചോയ്ക്ക് വയ്യാതെ വരും. കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ ഹാനിനെ അന്വേഷിച്ച് രാ വരും. കൂട്ടിക്കൊണ്ട് ഡോക്ടറുടെ വീട്ടിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർക്ക് ബോധമൊന്നും ഇല്ലാതിരിക്കുകയാണ്. കുറെ കഴിയുമ്പോൾ ശരിയാവും. നിങ്ങളുടെ കണ്ടീഷൻ ഒരുപാട് വേഴ്സൺ ആയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ സർജറി ചെയ്യണ്ട, നമുക്ക് സർജറി ചെയ്യാതെ വേദനയില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് ഡോക്ടർ ഹാൻ പറയും. സേയോക അന്ന് മുഴുവൻ ഡോക്ടറിനെ അന്വേഷിച്ച് നടക്കും, എങ്ങൊന്നും കണ്ടു കിട്ടത്തില്ല. അങ്ങനെ പാതിരാത്രിക്ക് ഗ്യാങ്സ്റ്ററുടെ സ്ഥലത്തേക്ക് ചെല്ലും. പാതിരാത്രിക്കാണ് ചെല്ലുന്നത്. അപ്പൊ അയാൾ ചോദിക്കും എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ ഡോക്ടറിനെ കണ്ടുപിടിച്ച് തരണം എന്ന് പറയും. കാണുന്നുണ്ടെ തന്നെ ഇവള് അന്ന് ഒന്നും കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ മനസ്സിലാവും. അകത്ത് ഒരു റൂമുണ്ട്, അവിടെ പോയി കിടന്ന് ഉറങ്ങാനായിട്ട് പറഞ്ഞിട്ട് അവളെ അകത്തേക്ക് പറഞ്ഞു വിടും. ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഡോക്ടർ ചോയിയാണ് ഈ കേസിലെ സസ്പെക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പത്രസമ്മേളനമൊക്കെ വിളിക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഈ ന്യൂസ് കണ്ടുകൊണ്ടാണ് രാവിലെ സേയോക എഴുന്നേറ്റ് വരുന്നത്. യങ്ജുവും മിസസ് രായും കൂടി മീറ്റ് ചെയ്യും. ഡോക്ടർ ചോയ് എവിടെയാണെന്നൊന്ന് പറയാമോ? ഡോക്ടറിനെ അന്വേഷിച്ച് സേയോക എല്ലായിടത്തും നടക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ ഡോക്ടർ ഹാനിന്റെ കൂടെയാണെന്ന് ഇവർ പറഞ്ഞു കൊടുക്കും. ഇവൻ അന്നേരം തന്നെ അത് വിളിച്ച് സേയോകിനെ അറിയിക്കും. അപ്പൊ ഡോക്ടർ ചോയുടെ കൂടെ ഡോക്ടർ ഹാൻ ഉണ്ടല്ലോ. അങ്ങനെ അന്നേരം തന്നെ ഗ്യാങ്സ്റ്റർ വിവരങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്ന ഇൻസ്പെക്ടറിനെ വിളിക്കും. എന്നിട്ട് ഡോക്ടർ ഹാന്റെ നമ്പർ കൊടുത്തിട്ട് ഈ ആൾ എവിടെയുണ്ടെന്ന് പറഞ്ഞു തരണം എന്ന് പറയും. അപ്പൊ അവർക്ക് എളുപ്പത്തിൽ ഡോക്ടർ ചോയെ കണ്ടുപിടിക്കാമല്ലോ. എനിക്കറിയാവുന്നത് മുഴുവൻ ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് സേയോക എന്നോട് പറഞ്ഞത്. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അവൾക്ക് പരാജയം എന്താണെന്ന് ഇതുവരെ അറിഞ്ഞുകൂടാ. അത് എന്നെ കൂടി വേണം അവൾ മനസ്സിലാക്കാൻ എന്നാണ് ഹാൻഡ് അടുത്ത് അന്നേരം ചോയ് പറയുന്നത്. പേടിക്കണ്ട, നിങ്ങൾ സർജറി ചെയ്യണ്ട. എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു, വേദന ഇല്ലാതെ അയാളെ അവസാന കാലം മുഴുവൻ നോക്കിയത് ഞാനാണ്. ഞാൻ അതുപോലെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്യുന്നത്. എൻ്റെ കണ്ടീഷൻ ഏറ്റവും മോശമായതിനു ശേഷം വേണം സേയോക സർജറി നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു കാരണവശാലും എന്നെ രക്ഷപ്പെടുത്താനായിട്ട് അവൾക്ക് പറ്റത്തില്ല. ആദ്യമായിട്ട് അവൾ പരാജയം അറിയുന്നത് എന്നെ കൂടി ആവണം എന്ന് ആണ് ഇയാൾ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഡോക്ടർ ഹാൻ ദേഷ്യത്തിൽ ഷൗട്ട് ചെയ്യും, നിങ്ങൾ എന്താണ് പറയുന്നത്? ആ കുട്ടിക്ക് അത് ജീവിതകാലം മുഴുവൻ ഒരു ട്രോമയായി മാറിപ്പോകും. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഏകണി കൂടി പെയിനി കൂടി അവൾ പോവണം. അതെങ്ങനെ ഓവർകം ചെയ്യുമെന്ന് അന്നേരം മാത്രമേ അവൾക്ക് മനസ്സിലാകാനായിട്ട് പറ്റത്തുള്ളൂ. എനിക്കറിയാവുന്നത് മുഴുവൻ എനിക്ക് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ഇതും കൂടി അവൾ മനസ്സിലാക്കണം, അത് എന്നെ കൂടി തന്നെ മനസ്സിലാക്കണം എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. നോർമലായിട്ടല്ല സംസാരിക്കുന്നത്. ഉടനെ ഡോക്ടർ ഹാൻ ചോദിക്കും, ഇത്രയൊക്കെ നിങ്ങൾ അവളെ പറ്റി കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പണ്ട് അവളോട് അങ്ങനെ പെരുമാറിയത്? അപ്പം ഞാൻ ഏറ്റവും സീക്രട്ട് ആയിട്ട് കരുതുന്ന ഒരു സ്ഥലമായിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ. പക്ഷെ അവിടെ വെച്ച് എൻ്റെ കൈ കൊണ്ട് ഒരു രോഗി മരിച്ചു. ആ ഒരു ഗിൽറ്റി ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. അത് സേയോക തിരിച്ചറിഞ്ഞു. അതും കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് അവളോട് ദേഷ്യമായി. അതുകൊണ്ടാണ് ഞാൻ അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. പക്ഷെ എനിക്കറിയാവുന്നതെല്ലാം അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ എന്നാണ് വീണ്ടും ഇയാള് ആ പ്രവൃത്തിയൊക്കെ ന്യായീകരിച്ച് പറയുന്നത്. ഗ്യാങ്സ്റ്റർ ഹാൻഡിന്റെ നമ്പറൊക്കെ ട്രേസ് ചെയ്ത് ചോയിയെ കാണാനായിട്ട് വരും. സേയോക പറഞ്ഞു വിട്ടതാണെന്ന് ഡോക്ടർ ചോയ്ക്ക് മനസ്സിലാവും. അയാള് ഗ്യാങ്സ്റ്ററുടെ അടുത്ത് പറയുന്നത്, അവൾ എത്ര മിടുക്കിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഞാനായിട്ട് പറയണ്ടല്ലോ. അപ്പൊ ഇതും കൂടിയേ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് ബാക്കിയുള്ളൂ. അത് ചെയ്യാൻ ഞാൻ തന്നെ വേണം. അതുകൊണ്ട് എന്നെ കണ്ടതായിട്ട് അവളോട് പറയരുതെന്ന് പറഞ്ഞ് അയാളെ കൺവിൻസ് ചെയ്യും. പോലീസ് ചീഫ് യാങ്ങിനെ വിളിച്ച് ഒരുപാട് വഴക്ക് പറയും. നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനല്ലായിരുന്നു, എന്നിട്ട് നിങ്ങൾക്ക് ഇതൊന്നും അറിയാനായിട്ട് പറ്റിയില്ലേ, നിങ്ങൾ ശരിക്കും അയാളെ പിടിക്കുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പിടിക്കുമെന്ന് യാങ് പറഞ്ഞു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾക്ക് സേയോകിന്റെ കോള് വരും. അങ്ങനെ അവർ രണ്ടും കൂടി മീറ്റ് ചെയ്യും. അപ്പൊ ഇയാൾ പറയുന്നത് ഇതെല്ലാം പ്ലാൻ ചെയ്തത് ചോയ് തന്നെയാണ്. മരിക്കുന്നതിന് തൊട്ട് മുൻപ് എനിക്ക് ചെന്ന് പിടിക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ കേസ് ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അയാൾ എന്തായാലും മരിക്കാനായിട്ട് പോവാണല്ലോ, അയാളെല്ലാം എന്നോട് പറഞ്ഞു എന്ന് പറയും. അപ്പൊ ആരാണ് മരിക്കാനായിട്ട് പോകുന്നത്? ഞാൻ സർജറി ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ചോയ് എന്തായാലും രക്ഷപ്പെടും. പിന്നെ നിങ്ങൾ അറിയാനായിട്ട് പറയാണ് ആ നേഴ്സിനെ കൊന്നത് ഞാനാണ്, അത് ഡോക്ടർ അല്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ യാങ്ങിന് ദേഷ്യം വരും. പോവുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരിക്കും പോകുന്നതുകൊണ്ട് എന്തായാലും അയാൾ മരിക്കാൻ പോവുകയാണല്ലോ, നീ സർജറി ചെയ്യരുതെന്ന് പറയും. പക്ഷെ ചെയ്യുമെന്ന് ഇവൾ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് തിരിഞ്ഞു പോകും. നിങ്ങൾ ഡോക്ടർ ചോയുടെ കാര്യത്തിൽ അതുവരെ ഇടപെടരുത്, ഞാൻ രക്ഷിക്കുന്നത് വരെ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അയാൾക്ക് നല്ല ദേഷ്യം ഉണ്ടല്ലോ എന്ന് തിരിച്ചു ചെല്ലുന്നുണ്ടെ യങ്ജു ചോദിക്കും, അയാളുടെ ദേഷ്യക്കാര് നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവര് കാറും എടുത്ത് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇൻസ്പെക്ടർ കൊണ്ടുവന്ന് ഇവരുടെ കാറിലേക്ക് അയാളുടെ വണ്ടി ഇടിക്കും. എന്നിട്ട് സേയോകനെ കാറിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ടിട്ട് അവളുടെ കൈ വിരൽ ഒടിക്കാനായിട്ടൊക്കെ നോക്കും. കൈക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സർജറി പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പം ബോധമില്ലാതെ കിടക്കുകയായിരുന്നു യങ്ജു. അവന് ബോധം വരുമ്പോൾ അവൻ ഓടി വന്നിട്ട് ഷീൽഡ് ചെയ്യും അവളെ. ആ സമയം കൊണ്ട് അവള് കത്തി എടുത്തിട്ട് ഇൻസ്പെക്ടറിനെ കുത്തും. അങ്ങനെ അയാൾ മരിക്കും. ഗ്യാങ്സ്റ്റർ പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് അയാൾക്ക് സേയോകിന്റെ കോൾ വരുന്നത്. നിങ്ങൾ ഡോക്ടറുടെ അടുത്തില്ലേ? പെട്ടെന്ന് തന്നെ ഡോക്ടർക്ക് ഫോൺ കൊടുക്കാനാണ് പറയുന്നത്. കൊടുക്കുന്ന തന്നെ
യാങ് നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ, ഞാൻ യാങ്ങിന്റെ കൂടെയാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലാവും. അന്നേരം തന്നെ ആ സ്ഥലത്തേക്ക് ചെല്ലും തന്നെ അവള് ഫുൾ ചോരയെ കുളിച്ച് അവിടെ ഇരിക്കുകയാണ്. ചെന്ന് നോക്കുന്ന തന്നെ യങ്ജു അവിടെ ഇരിപ്പുണ്ട്. നീ എന്താണ് ചെയ്തത്? അത് ഒരു പോലീസ് ഓഫീസറിനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും വിചാരമില്ലാതെ ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടുണ്ടോ? നിനക്ക് തീരെയും ക്ഷമയില്ലേ? ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വഴക്ക് പറയുന്നത്. നിനക്ക് ഇത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സാധാരണ ഇതുവരെയും എന്നെ കൊണ്ട് പറ്റുമെന്നേ അവൾ പറഞ്ഞിട്ടുള്ളൂ. അവളാണ് എല്ലാം സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്രാവശ്യം അവൾ പറയുന്നത് ഇല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ഡോക്ടറുടെ ഹെൽപ്പ് വേണം എന്നാണ്. അന്നേരം രണ്ടുപേരും കൂടി അവിടെ നിന്ന് ചിരിക്കും. രണ്ടുപേരും നോർമൽ അല്ലല്ലോ. അത് കഴിയുമ്പോൾ ഇവള് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത് ചെയ്യുന്നതെന്ന്. അപ്പം നീയല്ലേ പറഞ്ഞത് എനിക്കറിയാവുന്നത് മുഴുവൻ നിന്നെ പഠിപ്പിച്ചു തരണം എന്ന്, ഇതും കൂടി മാത്രമേ എനിക്ക് പഠിപ്പിച്ചു തരാനുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്കിനി ഒന്നും പഠിപ്പിച്ചു തരണ്ട, എനിക്ക് നിങ്ങൾ ജീവിച്ചിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഇവള് കരയും. അപ്പോൾ ഡോക്ടർ ഇവക്ക് മിസ്സസ് റാ കൊടുത്ത ഒരു ഫോൺ കൊടുക്കും. ഞാൻ ഇതിലേക്ക് വിളിക്കും, അതുവരെ നീ വെയിറ്റ് ചെയ്യണം, ഞാൻ വിചാരിക്കുമ്പോൾ മാത്രമേ നിനക്ക് ആ സർജറി പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇയാള് ഇൻസ്പെക്ടർ യാങ്ങിന്റെ ഡെഡ് ബോഡിയും ആ കാറുമായിട്ട് അവിടുന്ന് പോവുകയാണ്. കുറച്ച് നാൾ കഴിയും. അന്നേരം അവൾക്ക് ഒരു കോൾ വരും. അവൾ ഹോസ്പിറ്റലിലേക്ക് വരും. എല്ലാവരും സർജറിക്ക് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവൾ ഡോക്ടർ ചോയിയെ കാണാനായിട്ട് അകത്തേക്ക് ചെല്ലും. ഡോക്ടർ ചോയിക്ക് തീരെ വയ്യാതെ ഇരിക്കുകയാണ്. എന്നോട് ഇപ്പോൾ ഒന്നും പറയണ്ട, സർജറി സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് ജീവൻ രക്ഷിച്ചു കഴിയുമ്പോൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും കൂടെ സർജറിക്ക് വേണ്ടിയിട്ട് റെഡിയാവും. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞുള്ള കാര്യമാണ് കാണിക്കുന്നത്. മിസ്സസ് റായും യങ്ജും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സേവകിന്റെ പെറ്റ്സ് ഒക്കെ അവിടെയുണ്ട്, പട്ടികളെല്ലാം അവിടെ തന്നെയുണ്ട്. അതിനെയൊന്നും കൊന്നിട്ടില്ലായിരുന്നു. അന്ന് ആ കെട്ടിടം മാത്രമാണ് തീ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഹോസ്പിറ്റൽ ഡയറക്ടറിന് ഒരു സർജറി വേണം. അയാളുടെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സിനെയൊന്നും അയാൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ വേറെ ഹോസ്പിറ്റൽസിൽ പോകാനും പറ്റത്തില്ല. അപ്പം ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ചെയ്യാനായിട്ട് തയ്യാറാണോ എന്ന് സേവകിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവരെല്ലാം റെഡിയാക്കി തരുവാണെങ്കിൽ നമുക്ക് എതിർപ്പൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ അവർ സർജറി റൂമിൽ നിൽക്കുകയാണ്. നമുക്ക് ആളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, സമയമായല്ലോ എന്ന് ഹാൻഡ് ചോദിക്കുമ്പോൾ വേണ്ട, അദ്ദേഹം ഇപ്പൊ വരും എന്നാണ് സേവക് പറയുന്നത്. അന്നേരം ആരോ അവിടേക്ക് വരും. കാലുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഡോക്ടർ ചോദിയാണ് നമുക്ക് മനസ്സിലാവും സർജറി സക്സസ്ഫുൾ ആയിരുന്നു. ഡോക്ടറിനെ കാണുന്ന തന്നെ ചിരിച്ചുകൊണ്ട് സേവക് നോക്കുന്നിടത്താണ് ഡ്രാമ അവസാനിക്കുന്നത്.